ഇവിടെ ധൈര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു സവർണാധിപത്യ ആചാരമൊന്നുമല്ല ഷർട്ട് ഇടാതെ അമ്പലത്തിൽ കയറുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ വാസ്തവികത എന്താണ് യഥാർത്ഥത്തിൽ? ഗൗതം ചോദിക്കുന്നത് ഷർട്ട് ഇടുന്നതും ഷർട്ട് ഇടാതെ ഇരിക്കുന്നതിൻ്റെയും പുറകിലെ ഒരു എന്താ പറയണ്ടേ വിശദീകരണമാണ്. ഒരു അതിൻ്റെ ന്യായം എന്താണ്, ആ ആചാരത്തിന് പുറകിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അങ്ങനെ ഒരു ആചാരം വേണ്ടതുണ്ടോ എന്നാണ്. അതിനു മുമ്പ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ധൈര്യത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി ശരിയാണ്, അദ്ദേഹം ക്രൈസ്തവ മുസ്ലിം ആചാരങ്ങളിൽ അങ്ങനെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല. ആകെ ഒരു തവണയാണ് അങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ടുള്ളത്. പണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട് മർക്കസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മുടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം, ഒരു മുടി കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. ആ വിവാദത്തിൽ അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്, പാർട്ടിയുടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഏത് മുടിയും കത്തിച്ചാൽ കത്തും എന്നാണ് പറഞ്ഞത്. ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ആ മുടി കത്തില്ല എന്നൊക്കെയായിരുന്നു വിശ്വാസികൾ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പം അതിനന്ന് ഒരു പ്രസംഗത്തിനിടയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞു, ഏത് മുടിയും കത്തിച്ചാൽ കത്തും, അങ്ങനെ കത്താത്ത മുടിയൊന്നുമില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതൊഴിച്ചാൽ അദ്ദേഹം വേറെ ഏതെങ്കിലും തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിമർശിച്ചതായിട്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ടോ നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. നമുക്ക് ഷർട്ട് വിവാദത്തിലേക്ക് വരാം. ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ കയറണം എന്നുള്ളത് ഒരു ആചാരം പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഒരു ചർച്ച വന്നിരിക്കുന്നു, അല്ല ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറണം, അതിന് ഈ കാലം മാറി, അപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി, ഇന്ന് അതുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാൻ, ശ്രീകോവിലിനുള്ളിൽ കയറാൻ അനുവദിക്കണം, അത് ഷർട്ട് ഊരാതെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമം കർശനമായിട്ട് നടപ്പാക്കുന്നത് മൂലം പുതിയ തലമുറ ഇത്തരം ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് എന്നൊരു വാദം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഉൾപ്പെടെയുള്ള സന്യാസിമാർ, സ്വാമി ചിദാനന്ദപുരി ഒക്കെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ അതിന് എല്ലാവരും അനുവദിക്കണം, എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇട്ടുകൊണ്ട് പുരുഷന്മാർക്ക് അമ്പലത്തിൽ കയറാം എന്ന് ഒരു തീരുമാനം വരണം എന്നാവശ്യപ്പെടുന്നത്. ഇവിടെ നോക്കൂ, പ്രാചീന കാലത്ത് ഷർട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഷർട്ട് മലയാളിയുടെ ഉപയോഗത്തിൽ വന്നിട്ട് എത്ര കാലമായി എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ പണ്ടൊക്കെ അതിനു മുമ്പ് ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ഇത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലരൊക്കെ ഒരു ആക്ഷേപം ഉന്നയിച്ചത് പൂണൂലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ, ബ്രാഹ്മണനാണോ അല്ലയോ എന്നറിയാനാണ് ഈ ഷർട്ട് ഊരിക്കുന്ന പ്രക്രിയ. അത് തെറ്റല്ലേ? പണ്ട് കാലത്തും ഈ ഷർട്ടില്ലാതിരുന്ന കാലത്ത് പൂണൂല് ധരിക്കാത്ത ആൾക്കാരും ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നു, അല്ലേ? അപ്പോൾ ആ വാദത്തിനൊന്നും നിലനിൽപ്പില്ല. അതൊക്കെ ചുമ്മാ വെറുതെ ജാതിവാദം ഉന്നയിക്കുന്നതാണ്. ഈ എരവാദം ഉന്നയിക്കുന്നത് പോലെ അതിന് പ്രസക്തിയുള്ളൂ. ശരി, ഈ ഷർട്ട് ഇടാതെ കയറണമെന്ന സാധനം ആര് കൊണ്ടുവന്നു? ഇത് ആരും കൊണ്ടുവന്നതല്ല. ഇത് പ്രാചീന കാലത്ത് നമ്മൾ ഇപ്പോൾ ഒരു വളരെ മുതിർന്ന ഒരാളിനെ കാണാൻ പോയി, നമ്മളെങ്ങനെ ചെല്ലും? അവിടെ ചെല്ലുമ്പോൾ ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങനെ ചെല്ലുമോ? ഇല്ല. നമ്മളവിടെ അതൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തലയെക്കെട്ടൊക്കെ അഴിച്ച് മുണ്ടൊക്കെ നിവർത്തിയിട്ട് നമ്മൾ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ കാണും. അതുപോലെ രാജാവിനെ കാണാൻ പോകുമ്പോൾ, ഉന്നത ഉദ്യോഗസ്ഥരെ കാണാൻ പോകുമ്പോൾ ഒക്കെ നമ്മളൊരു ബഹുമാനം അവിടെ നമ്മുടെ പെരുമാറ്റത്തിൽ വരുത്തും. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ദേവനെ ദർശിക്കാൻ, പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ തലയെക്കെട്ടും തലപ്പാവും ഒക്കെ ഉണ്ടായിരുന്നു പലർക്കും, അതൊക്കെ ഊരി ഈ ചിലപ്പം മേൽമുണ്ട് കാണും, അതിനെ എടുത്ത് ഇങ്ങനെ അരക്കി കെട്ടി, അന്ന് ഷർട്ടില്ലല്ലോ, പുറംചട്ട ഇല്ലല്ലോ അന്ന്, ഈ എന്താ പറയുക ചട്ട എന്ന് പറയുന്ന രീതിയിൽ ഒരു കുപ്പായമില്ല നമുക്ക്, പകരം മേൽമുണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ആ മേൽമുണ്ടെടുത്ത് അരയ്ക്കിങ്ങനെ കെട്ടും. അത് രാജാവിനെ കാണുമ്പോഴും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോഴും മുതിർന്ന ആളെ കാണുമ്പോഴും ഈ ചിലപ്പോൾ രണ്ടാം മുണ്ടിങ്ങനെ തോളി ഇട്ടയ്ക്കും, അതൊന്ന് എടുത്ത് കൈ പിടിക്കും. ഇങ്ങനെ ഒരു ശീലം മലയാളിക്കുണ്ട്. ഇതൊരു സത്യമാണ്. അത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലെ ആൾക്കാർ ഷർട്ടിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറുന്നല്ലോ. ഈ ഉത്തരേന്ത്യയിലെ ആചാരവും സംവിധാനവും അല്ല, പ്രാദേശികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിലേക്ക്.
ആ അർത്ഥത്തിലാണ് ഇങ്ങനെ വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാനിതൊന്നും 100% തീർപ്പ് കൽപ്പിച്ച് പറയുകയല്ല. നമുക്ക് കിട്ടിയ ലഭ്യമായ ചരിത്ര വസ്തുതകളുടെയും പഠന ഗവേഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ രചിച്ചിരിക്കുന്ന കൃതികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് ഇതൊക്കെ. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വിഷയം പറയുന്നത്. ഇതിങ്ങനെയാണ്. ആ ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പുറം കുപ്പായം, ഈ ഷർട്ട് പോലെയുള്ള കുപ്പായം ധരിച്ചിരുന്നതും ഊരി കയ്യിലിട്ടിട്ട് അകത്ത് കയറി അമ്പലത്തിൽ ദർശനം നടത്തുന്ന ഒരു പതിവ്, ആ ശീലം അങ്ങനെ തുടർന്നു. അതൊരു നിയമം പോലെ നമ്മൾ അങ്ങനെ ആചരിച്ചു പോവുകയാണ്. ഇപ്പോൾ അല്ലാതെ അത് കൊണ്ടുവന്നതല്ല. അത് പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് രചിച്ചിരിക്കുന്ന ഏതെങ്കിലും പുസ്തകങ്ങളിലൊക്കെ കാര്യം പറയുന്നത് അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതായത് കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടയ്ക്കുള്ള ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഷർട്ടിനും അത്രയും പഴക്കമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ബഹുമാനം പാലിക്കുന്നതിൻ്റെ, ബഹുമാനം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഈ മേളിൽ കിടക്കുന്ന 2ാം മുണ്ടും അതുപോലെ മേൽമുണ്ടും ഒക്കെ എടുത്ത് ഉത്തരീയം ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കെട്ടി അല്ലെങ്കിൽ തലപ്പാവൊക്കെ അഴിച്ച്, ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെയാണെങ്കിൽ പണ്ട് തലപ്പാവുണ്ട്, ആ തലപ്പാവൊക്കെ അഴിച്ച്, ഇപ്പോഴും നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥർ തലപ്പാവ് ഉണ്ട് അവർക്ക്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ ആ തലപ്പാവ് ഊരി ബഹുമാനം പ്രകടിപ്പിക്കും. ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ആ മരിച്ചു കിടക്കുന്ന സ്പോട്ടിൽ വന്നാൽ അവരൊരു നിമിഷം അവിടെ നിന്നിട്ട് ആ തലപ്പാവ് ഊരി ആ ദുഃഖം അല്ലെങ്കിൽ അവരുടെ ഒരു ആദരാഞ്ജലി അവിടെ പ്രകടിപ്പിക്കും. ഈ ശരീരം കുറച്ചും കൂടി ലൂസായിരിക്കുക, ചില അനുഭൂതി അവസ്ഥകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശരീരം കുറച്ചും കൂടി ലൂസായിരിക്കുക എന്ന് ചിലവർ പറയാറുണ്ട്. ഈ യോഗ, മെഡിറ്റേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വരുമ്പം ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം, ടൈറ്റ് ജീൻസ് ധരിക്കാൻ പാടില്ല, ലൂസായിട്ടുള്ള സാധനങ്ങൾ ധരിക്കുക. അപ്പം ഈ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഒരു ഘടകം ഇതുണ്ടാവും, ഫാക്ടറായിട്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്ത് കാണുന്ന കാഴ്ച, എൻ്റെ ഒരു തിരിച്ചറിവ്, നമ്മൾ പൊതുവേ ഇത്തരം ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ കേരളം പൊതുവേ ഒരു സമശീതോഷ്ണ മേഖലയാണ്. ഇവിടെ നമുക്ക് 6 മാസം മഴയും 6 മാസം ചൂടും ഉള്ള ഒരു കാലാവസ്ഥയാണ്. എല്ലാ 6 ഋതുക്കളും നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം പണ്ട്. ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ കാലമൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് കടുത്ത മഴ പെയ്യും, മഴക്കാലത്ത് വലിയ വേനലായിരിക്കും, തണുപ്പ് കാലത്ത് മഞ്ഞില്ല, തണുപ്പില്ല, അതേസമയം അല്ലാത്തൊരു സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ രീതിയിൽ കാലാവസ്ഥ മാറിപ്പോയൊരു സ്ഥലമാണ് കേരളം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രാചീന കാലത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ധാരാളം വിയർക്കാനൊക്കെയുള്ള അന്തരീക്ഷ മർദ്ദം വളരെ കൂടുതലാണ്. കടലോരത്തിന് അടുത്ത് കിടക്കുന്നതുകൊണ്ട് വളരെ കൂടുതലാണ്. ഒരു നെടുനീളത്തിൽ കടലോരത്തിന് എന്താ പറയേണ്ടത് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അന്തരീക്ഷ മർദ്ദം ഇവിടെ കൂടുതലാണ്. കിഴക്കോട്ട് പോയാൽ കുറച്ചങ്ങോട്ട് കടൽ തീരത്തുനിന്ന് ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലിയ രീതിയിൽ പർവ്വതങ്ങളുണ്ട്. സഹ്യപർവ്വതം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു ഇടനാടാണ് വാസ്തവത്തിൽ കേരളം. കടലിനും പർവ്വതത്തിനും ഇടയ്ക്കുള്ള ഈ പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ ധാരാളം വിയർക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ വളരെ ലളിതമായ പരുത്തി വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതുപോലെ അമ്പലത്തിലൊക്കെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ബഹുമാനം പ്രകടിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഊരി ഇങ്ങനെ എന്താ പറയുക വളരെ ബഹുമാനത്തോടെ ആദരവോടെ പ്രാർത്ഥിക്കും. ഇനി ഇത് ചിലർ പറയാറുണ്ട്, അവിടുന്ന് ചില എനർജി, ചില വേവ്സുകൾ ഉണ്ടാകുന്നു, ഊർജത്തിൻ്റെ തരംഗങ്ങളുണ്ട്, അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ്. അതിന് നമുക്കിപ്പോൾ ശാസ്ത്രീയമായിട്ട് ആധുനിക ഭാഷയിൽ അതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാനൊന്നുമില്ല. പ്രാചീന കാലത്ത് ആചാര്യന്മാർ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഊർജ്ജ തരംഗങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിക്കും എന്ന് പറഞ്ഞ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയട്ടെ, നമുക്കറിയില്ല. ഇപ്പം ചില ആളുകൾ പറയുന്നത് പ്രാചീന കാലത്ത് ഇന്ന് കാണുന്ന ഒരു സമ്പ്രദായത്തിലായിരുന്നില്ല ക്ഷേത്രങ്ങൾ. അത് കൃത്യമായിട്ട് മെഡിറ്റേഷൻ സെന്റേഴ്സ് ആയിരുന്നു. ഇന്ന് പോയിട്ട് പ്രാർത്ഥന നടത്തുന്ന സാധനങ്ങളായിരുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് എനർജി സെന്റേഴ്സ് ആയിരുന്നു. അത് ഗൗതം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അയഞ്ഞ വസ്ത്രം, ഈ നമ്മളിപ്പോഴറിയാം ഈ യോഗാഭ്യാസമൊക്കെ ചെയ്യാൻ പോകുന്നവരുടെ അടുത്ത് പറയും അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കണം, ഒരുപാട് ഇറുക്കി കെട്ടി ഭയങ്കര മുറുക്കത്തിൽ വരരുത്, അത് നമുക്ക് ദോഷം ചെയ്യും, ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുണ്ടാക്കും, അതുകൊണ്ട് അയഞ്ഞ വസ്ത്രം ധരിക്കണം എന്ന് പറയാറുണ്ട്. അവരത് പാലിക്കുകയും ചെയ്യും. അതുപോലെ ക്ഷേത്രത്തിലും നമ്മൾ വന്ന് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ പ്രാചീനമായ ചില പദ്ധതികളുടെ ഭാഗമാണ്. അവിടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അതിസൂക്ഷ്മമായിട്ട് ഈശ്വരനിലേക്ക്, ഈശ്വര തത്വത്തിലേക്ക്
എന്താ പറയണ്ടേ, കൂടുതൽ ഏകാഗ്രതയോടുകൂടി ചെന്ന് ചേരാൻ പര്യാപ്തമായ രീതിയിൽ തയ്യാറാക്കണം. നമ്മൾ തന്നെ തയ്യാറാക്കണം. അതിന് വേണ്ടുന്ന നിയമങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് മറ്റു വേറെ എന്തെങ്കിലും അതൊരു അനാചാരമോ ദുരാചാരമോ ഒന്നും ആയിട്ടല്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് അതേസമയം അങ്ങനത്തെ നിബന്ധനകളില്ല. അവർക്ക് വസ്ത്രം ധരിച്ച് മേൽവസ്ത്രം ധരിച്ച് തന്നെ കയറാം. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആ കാലത്തെ അന്നത്തെ രീതി അതായിരുന്നു. അത് തന്നെ ഇങ്ങനെ തുടരുകയാണ്. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ പറയുക, ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് തെളിവുകളൊന്നുമില്ല. ഇന്നിപ്പോൾ പ്രാക്ടിക്കലി ഇതിനെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രാവിലത്തെ സമയത്തൊക്കെ ഞാനിവിടെ കണ്ടൊരു ദൃശ്യമാണ്. രാവിലത്തെ സമയത്തൊക്കെ ഒരു ഓഫീസ് ജീവനക്കാരൻ ബൈക്ക് എടുത്തിട്ട് ഓഫീസിലേക്ക് പോകുന്നു. തൊട്ട് മുമ്പിൽ ഒരു ക്ഷേത്രമുണ്ട്. അയാൾ ഇൻസൈഡ് ചെയ്ത് വളരെ ടക്കിനായിട്ടുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അയാൾക്ക് ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പ്രയാസമുണ്ട്. കാരണം ഇതൊക്കെ ഊരണം, പിടിക്കണം, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അയാൾ ഉള്ളിൽ കയറാതെ പുറത്ത് നിന്ന് തൊഴുതിട്ട് ജോലിക്ക് പോകും. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ സൗകര്യാർത്ഥമാണ് ഈ ആചാരത്തിൽ ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു മാറ്റം വരുത്തണം എന്ന് സന്യാസിമാരൊക്കെ അഭിപ്രായം പറഞ്ഞത്. അവർക്ക് അകത്ത് കയറി ഇപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ടാണല്ലോ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നത്. തൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കാനാണല്ലോ പോകുന്നത്, തൊഴിൽ ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിലും കൂടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. ഈ പറഞ്ഞതുപോലെ വണ്ടിയിൽ വന്നു, അവിടെ വണ്ടി ഒതുക്കി വെച്ചു, ചെരുപ്പ് അവിടെ ഊരിയിട്ടു, പക്ഷേ അങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു തടസ്സമാണ്. ഷർട്ട് അവിടെ ഊരി രണ്ടാമത് വീണ്ടും ധരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വെളിയിൽ നിന്നൊന്നും തൊഴുതിട്ട് പോകും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഈ പുറത്തുനിന്ന് തൊഴുതാലും ശ്രീകോവിലിനകത്ത് കയറി തൊഴുതാലും ഭഗവാൻ ഭക്തരെ ഒരുപോലെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഭഗവാന് അകലവും അടുപ്പവും ഒന്നുമില്ല, ദൂരമൊന്നും ഒരു പ്രശ്നമല്ല. മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ ആ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത്. പക്ഷേ മറുവശത്ത് വേറൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം ആൾക്കാർ ഷൂസ് ധരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് ആ ഷൂസ് ഊരി വെച്ചിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ നാളെ ഷൂസ് ഇട്ടുകൊണ്ട് ശ്രീകോവിലിനകത്ത് കയറണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അനുവദിക്കുമോ ഇല്ലയോ? അങ്ങനെ പറയുന്നവർക്ക് രണ്ടടി വെച്ച് കൊടുക്കണം. തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യമാണ് ഇവിടെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഭാവിയിൽ വരാം. ഇത്തരം ചോദ്യങ്ങൾ അത് അനുവദിച്ചൂടെ? നിങ്ങൾ ഇപ്പോൾ ഷർട്ട് പണ്ടില്ലായിരുന്നു, പിന്നീട് ഷർട്ട് അനുവദിച്ചില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിട്ടുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് ശ്രീകോവിലിനകത്ത് കയറിക്കൂടെ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ അത്തരം വെല്ലുവിളികളും ഈ ഒരു പരിഷ്കരണത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആചാര്യന്മാരും സന്യാസിമാരും വളരെ ആലോചിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഈ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ, സനാതനധർമ്മത്തെ സംബന്ധിക്കുന്ന പ്രത്യേകിച്ചും ക്ഷേത്രാചാരങ്ങൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അവധാനതയോടുകൂടി ശ്രദ്ധാപൂർവം വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഷർട്ടിട്ട് കയറിയാലും ഷർട്ടിടാതെ കയറിയാലും ഭഗവാന് ഭക്തൻ ഒരുപോലെ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വിവിധ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കണിച്ചിക്കുളങ്ങര ഉള്ള ക്ഷേത്രങ്ങൾ, SNDPയുടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ, ശബരിമല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തീരുമാനിക്കേണ്ടത് ആ ഭരണസമിതിയാണ്. അതെ, അത് അങ്ങ് അവരാലോചിച്ച് തീരുമാനിക്കട്ടെ.